അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷമീർ, ചാലിയം സ്വദേശിയാണ്. മുസ്ലിങ്ങളുടെ ദേശസ്നേഹം പ്രധാനമന്ത്രി പറഞ്ഞതാണ് ശരിയെന്ന് താങ്കൾ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തി. പക്ഷേ പ്രധാനമന്ത്രിക്ക് പ്രായോഗിക തലത്തിൽ ആ പറഞ്ഞത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ കുറച്ച് സമയം, അല്ലെങ്കിൽ നമ്മൾക്ക് കാത്തു നിൽക്കുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു ജനകീയ സംവാദം സംഘടിപ്പിച്ചതിലാണ് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്. കാരണം പ്രധാനമന്ത്രി ഒരു സന്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കളിലാണ്. ഇവിടുത്തെ ദേശസ്നേഹത്തിനെ കൂറിനെ പറ്റി ചരിത്രത്തിൽ താങ്കൾ പറഞ്ഞ പ്രകാരം ചില ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്വാതന്ത്ര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളോ പല രീതിയിലുള്ള സമരപരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നിരിക്കാം. പക്ഷേ നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇന്ന് ജയിലറകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. ഇവിടെ അതേ സ്ഥാനത്ത് രാഷ്ട്രീയ പ്രമുഖന്മാരും കോടതിക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിയമവിധേയമായിട്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ കാലാകാലം ജയിലുകളിൽ കെടുക്കുന്നില്ല. രാജ്യത്തിൻ്റെ മൊത്തം ഈ ഏറ്റവും കൂടുതൽ അഴിമതി പുറത്തു വന്ന ഒരു ഇതാണ് 2G സ്പെക്ട്രം. ഏറ്റവും വലിയ അഴിമതിയാണെന്ന് നമ്മൾ പത്രത്തിലൂടെയും രാഷ്ട്രീയ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ്. ഡി രാജ അറസ്റ്റ് ചെയ്യപ്പെട്ടു, കുറച്ചു കാലം കഴിഞ്ഞു, 1-2 മാസം കഴിഞ്ഞ് പുറത്തു വന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ജയലളിത കോടികൾ സമ്പാദിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, പുറത്തു വന്നു. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അബ്ദുൽ നാസർ മഅ്ദിനി 10 വർഷം ജയിലിൽ കിടന്നു. പക്ഷേ അവിടുത്തെ ഹൈക്കോടതി കണ്ടു നിരപരാധിയാണെന്ന് വിട്ടയച്ചു. വീണ്ടും അദ്ദേഹത്തെ ഒരു സംശയത്തിൻ്റെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, തൊട്ടടുത്ത് തന്നെ കേരളത്തിൽ വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ പേരും സംഭവം എടുത്ത് പറയാതെ തന്നെ ഈ സദസ്സിനും താങ്കൾക്കും ബോധ്യമാവുമെന്ന് വിചാരിക്കുന്നു. ഒരു RSS പ്രവർത്തകനെ നമ്മുടെ കേരള ഭരണകൂടം ഇടപെട്ട് കേസിൽ നിന്ന് മോചിപ്പിക്കുകയുണ്ടായി. അതിനെതിരെ സ്റ്റേറ്റ് പോലീസ് അസോസിയേഷൻ സംഘടന പോലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഭരണകർത്താക്കളിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇത്തരം സംശയത്തിൻ്റെ നിഴലിൽ മാത്രം നിരപരാധികൾ വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ത്യാഗം അനുഭവിക്കുമ്പോൾ ഈ ഒരു പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചതിൽ താങ്കൾ മറ്റാരുടെയോ പ്രശംസ പിടിച്ചു പറ്റാൻ എന്നെപ്പോലെ ഈ സദസ്സിലുള്ള കുറേ ആളുകൾ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. മറുപടി പ്രതീക്ഷ. ഇവിടെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ആരുടെയോ പ്രശംസ പിടിച്ചു പറ്റാനാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും സംശയിക്കുന്നവരെ കുറ്റം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇത് എന്താണ് ഇതിൻ്റെ തലക്കെട്ട് എന്നോ എന്താണ് ഈ പരിപാടി എന്നോ കൃത്യമായി മനസ്സിലാക്കാതെ ഒരു കാര്യത്തിന് പ്രതികരിക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല എന്നും, ഒരു കാര്യം നമ്മൾ മുൻധാരണയോടുകൂടി മാത്രം സമീപിക്കുന്നത് ശരിയല്ല എന്നുമാണ് അക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എൻ്റെ പ്രഭാഷണം 1 മണിക്കൂർ 10 മിനിറ്റ് എടുത്ത എൻ്റെ പ്രഭാഷണം, അതിൽ എന്താണ് ഈ വിഷയം കൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഈ ലക്കം സ്നേഹസംവാദത്തിൽ നിന്ന് ഇവിടെ പുറത്തിറങ്ങുന്ന ഈ ലക്കം സ്നേഹസംവാദത്തിൽ വളരെ കൃത്യമായി ഈ കാര്യം ഈ വിഷയം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആരുടെ പ്രശംസക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യടിക്കോ ആണോ എന്ന് അത് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഞാൻ പറയുന്നത് എൻ്റെ ഉദ്ദേശത്തെ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഉദ്ദേശത്തെ, അതിൻ്റെ നന്മയെയും തിന്മയെയും പലരും സംശയിച്ചു. എൻ്റെ ഉദ്ദേശത്തെയും സംശയിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ഞാനാളല്ല. ഞാൻ പ്രധാനമന്ത്രിയുടെ ഉദ്ദേശത്തെ സംശയിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്ന ഒരു പരാമർശവും നടത്തിയിട്ടില്ല ഇതുവരെ. മറിച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച സംഭവം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. അതിൽ
നിങ്ങൾക്ക് പ്രധാനമന്ത്രി എന്ന് കേൾക്കുമ്പോഴേക്ക് ആർക്കെങ്കിലും പ്രയാസമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഉത്തരവാദിയല്ല. തീർച്ചയായും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ആ വ്യക്തി. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അയാൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ അയാൾ തുടരുകയും ഭരണനിർവഹണ രംഗങ്ങളിൽ അയാളുടെ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, നമ്മൾ ഇഷ്ടപ്പെടുന്നുവോ, നമ്മൾ എതിർക്കുന്നുവോ, നമ്മൾ വെറുക്കുന്നുവോ എന്നുള്ളതൊന്നും അവിടെ പ്രശ്നമല്ല. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയായി തന്നെ തുടരുകയും ചെയ്യും. ഇവിടെ നിയമകൂടത്തിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് അനീതികളെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും ആ അനീതികൾക്കെതിരെ സമരം ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിലല്ല നമ്മുടെ പ്രതീക്ഷ. അതിൻ്റെ സുഹൃത്തിന് തെറ്റിയതാണ്. ഏത് രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും നമ്മുടെ സമരവും നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധവും ഭരണഘടന എന്ന ആയുധമാണ്. ഭരണഘടന എന്ന ആയുധം ഉപയോഗിച്ച് നമ്മൾ സമരം ചെയ്യുന്നു. ആ സമരങ്ങളിൽ തീർച്ചയായും ഒരുപാട് തവണ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരുപാട് തവണ ജയിച്ചിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിൻ്റെ തന്നെ ചരിത്രം എടുക്കുക നിങ്ങൾ. ഗുജറാത്ത് കലാപത്തെ, ആ കലാപവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ എല്ലാം തന്നെ നിയമകൂടത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവിടെ ഒരുപാട് തലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ വിധികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എതിർത്തുണ്ട്, തിരിച്ചുമുണ്ട്. ഞാനത് നിഷേധിക്കല്ല. പക്ഷേ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ടുള്ള സമരം അതാണ് നമ്മൾ ചെയ്യുന്നത്. വ്യക്തികൾ ആര് മാറി വന്നാലും അടിസ്ഥാനപരമായി ഇവിടെയും നമ്മൾക്ക് ചെയ്യാനുള്ളത് ഏത് ഭരണകൂടമാണെങ്കിലും ഇന്ത്യയുടെ ഭരണഘടന മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഭരണഘടനയാണ്. അതുപയോഗിച്ചുകൊണ്ടുള്ള സമരവും അതുപയോഗിച്ചുകൊണ്ടുള്ള അവകാശ പോരാട്ടങ്ങളുമാണ് മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ളത്, നടത്താൻ പോകുന്നതും. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് എന്ത് എന്ന് കൃത്യമായി ഒന്നുകൂടി മനസ്സിലാക്കുക. ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്നുള്ള പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രം തന്നെ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന പ്രത്യയശാസ്ത്രമാണ്. മുസ്ലിങ്ങൾക്കൊരിക്കലും ഇന്ത്യയെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രം ശരിയല്ല എന്ന് ആ പ്രത്യയശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ കുഞ്ചിക സ്ഥാനത്ത്, ഉയർന്ന സ്ഥാനത്ത് കയറിയിരിക്കുന്ന വ്യക്തി പോലും പറയാൻ നിർബന്ധിതമാകുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ലെഗസി കൊണ്ടാണ്, അഥവാ മുസ്ലിങ്ങളുടെ പാരമ്പര്യം കൊണ്ടാണ്. മുസ്ലിങ്ങൾ ഇവിടെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ അംഗീകരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് അത് അംഗീകരിക്കേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ആരെയെങ്കിലും ഇഷ്ടപ്പെടുത്താനാണ്. പ്രധാനമന്ത്രി പറഞ്ഞതാണ് ശരിയെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഒരു ശരിയും പറയാൻ അവകാശമില്ല എന്നാണോ നമ്മൾ പറയേണ്ടത്? പ്രധാനമന്ത്രിക്ക് ഒരു ശരിയും പറയാൻ അവകാശമില്ല, പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും അത് തെറ്റായിരിക്കും എന്ന് നമ്മൾ പറയണമോ? ലോകത്തൊരു മനുഷ്യനും അങ്ങനെ പറയേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഇവിടെ ഞാൻ തുറന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ ദേശസ്നേഹത്തെക്കുറിച്ച് സെപ്റ്റംബർ മാസം 19-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതാണ് ശരി, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതാണ് ശരി. അയാളുടെ പാരമ്പര്യം അതിനെതിരാകാം, അയാളുടെ ഉദ്ദേശം അതിനെതിരാകാം, അയാൾ ചെയ്തത് അതിനെതിരാകാം, ചെയ്യാൻ പോകുന്നതും ചിലപ്പോൾ അതിനെതിരാകാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്നാണ്, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നാണ്, ഇന്ത്യ രാജ്യത്തിന് എന്തെങ്കിലും അപകടമുണ്ടാകുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അത് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് നാം വിശ്വസിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മനസ്സിലാക്കുക, ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് യാതൊന്നുമില്ല എന്നും ഇന്ത്യയുടെ പാരമ്പര്യത്തെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ കടന്നു വന്നിട്ടുള്ളത് എന്നും മുസ്ലിങ്ങൾ ഇന്ത്യയെ തകർക്കുകയാണ് ചെയ്യുന്നത് എന്നും മുസ്ലിങ്ങൾ കാലെടുത്ത് വച്ച അന്നു മുതലാണ് ഇന്ത്യയുടെ തകർച്ച ആരംഭിച്ചത് എന്നുമെല്ലാമുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണരംഗത്ത് വന്ന ആളുകൾക്ക് പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പാരമ്പര്യത്തെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. മുസ്ലിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ് എന്ന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നത് നമ്മൾ വിളിച്ചു പറയുക തന്നെ വേണമെന്നാണ് എൻ്റെ വിശ്വാസം. തിരിച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് എൻ്റെ ആത്മാർത്ഥതയിൽ സംശയിക്കാം,
എനിക്ക് കുറച്ചുകൂടി കടന്നുപോയി എനിക്കെന്തെങ്കിലും അവരുടെ പാർട്ടിയിൽ നിന്ന് വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് സംശയിക്കാം. അങ്ങനെ ഗവേഷണം ചെയ്യാം. ആ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജീവിച്ചു പോകാം. പക്ഷേ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക്, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ഇക്കാലഘട്ടത്തിൽ ഒരു മുസ്ലിമിന്റെ സാമൂഹ്യ ജീവിതത്തിലെ ഇടപെടൽ എന്നുള്ള നിലക്ക് തന്നെ ഇത് ഉറക്കെ വിളിച്ചു പറയേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ ഏതൊരു പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ കസേരയിൽ ഇരിക്കുന്നത്, ആ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം തള്ളിപ്പറയുകയാണ് ഈ പ്രസ്താവന വഴി ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ അംഗീകരിക്കലാണ്, മുസ്ലിമിന്റെ പൗരത്വം അംഗീകരിക്കലാണ്, മുസ്ലിമിന്റെ രാജ്യത്തിന്റെ സ്നേഹം അംഗീകരിക്കലാണ്, മുസ്ലിമിന്റെ രാഷ്ട്രത്തിൽ ജീവിക്കുവാനുള്ള അവകാശം അംഗീകരിക്കലാണ്. ആ അവകാശത്തെ നിഷേധിക്കുവാൻ ഒരു കാലത്തും ഒരാൾക്കും സാധ്യമല്ലാത്ത വിധത്തിലുള്ള അംഗീകാരം ലഭിക്കുകയാണ് ഇത് വഴി ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തുറന്നു പറയാൻ ഞാൻ സന്നദ്ധമാകുന്നു എന്ന് മാത്രം. അതിലും സംശയിക്കുന്നവർക്ക് സംശയിക്കാം. സംശയിക്കുന്നവരെ സംശയിപ്പിക്കാതിരിക്കുവാനുള്ള വിദ്യയൊന്നും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം ആ കാര്യങ്ങൾ എൻ്റെ വരുതിയിൽപ്പെട്ടതല്ല എന്ന് പറയാൻ മാത്രമേ എനിക്ക് നിർവാഹമാണ്.